സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹി. കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹം. കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹം ഏതാണ്? ബെങ്ക്വേല പ്രവാഹമാണ്. ബെങ്ക്വേല പ്രവാഹം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര്? കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ളയാണ്. ജസ്റ്റിസ് പരീതു പിള്ള. മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണമാകുന്നത്? മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണമാകുന്നത്? സൊമാറ്റോട്രോപ്പിന്റെ കുറവാണ്. സൊമാറ്റോട്രോപ്പിൻ. പാമ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പാമ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഓഫിയോളജി. പാമ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഓഫിയോളജി. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ്. നെയ്യാർ. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് 1934 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ട പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിയാണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത്. 1 കിലോ സ്വർണം എത്ര പവനാണ്? 125 പവൻ. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? 44 ഭരണഘടനാ ഭേദഗതിയാണ്. 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമാവകാശമായിട്ട് മാറിയത്. ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ആപേക്ഷിക ആർദ്രത ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏത്? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സാന്താൾ കലാപം. സാന്താൾ കലാപം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഇടുക്കി. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത്. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ ഏത്? കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആണ്. കണ്ണൂർ സെൻട്രൽ പ്രിസൺ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം പൂജപ്പുരയാണ്. തിരുവനന്തപുരം പൂജപ്പുരയാണ് കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്നാണ്. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 30 നവംബർ 30 രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി പാർത്ഥസാരഥി കമ്മിറ്റിയാണ്. പാർത്ഥസാരഥി കമ്മിറ്റി.
ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്? GST അഥവാ ചരക്കു സേവന നികുതി നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 101 ഭരണഘടനാ ഭേദഗതിയാണ്. 101 ഭരണഘടനാ ഭേദഗതി. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ ആയി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിക്കപ്പെടുന്നതിന് വേണ്ട യോഗ്യതകളാണ് അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് നിയമിക്കപ്പെടുന്നതിനും വേണ്ടത്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം എത്രയിൽ നിന്നും എത്രയാക്കി കുറച്ചു? 21 നിന്നും 18 കുറച്ചു. ഭേദഗതി 61 ഭേദഗതിയാണ്. 61 ഭേദഗതി. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO സ്ഥാപിതമായ വർഷം 1945. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO സ്ഥാപിതമായ വർഷം 1945. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 140 140. യൂണിയനുകളും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച്, അതായത് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺഗ്രന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? 7ാം പട്ടികയിലാണ് യൂണിയനുകളും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 7ാം പട്ടിക. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം, മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് എന്ന മുദ്രാവാക്യമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ മുദ്രാവാക്യമാണ് മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് എന്നത്. മൗലിക അവകാശമായി വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏത്? മൗലിക അവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയത് ഏത് അനുച്ഛേദത്തിലാണ്? ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നു. ഫെബ്രുവരി 21. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത് 2019 104 ഭേദഗതി പ്രകാരമാണ്. 104 ഭേദഗതി. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്? മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് വലനം അഥവാ ഫോൾഡിംഗ്. വലനം അഥവാ ഫോൾഡിംഗ്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ്? അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി നദിയാണ്. ഗോദാവരി നദി. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര്? പയ്യോളി എക്സ്പ്രസ് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് PT ഉഷ. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? പീക്ക് 15 എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ടിരുന്നത് എവറസ്റ്റ് കൊടുമുടിക്കാണ്. എവറസ്റ്റ് കൊടുമുടിയാണ് പീക്ക് 15 എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത്. 1950 മാർച്ച് 15. കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാം? ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെട്ടത് കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ എന്നിവരാണ്. കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ. ISRO രൂപീകൃതമായ വർഷം? ISRO 1969 ആണ്. 1969. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തത്. അയർലൻഡ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി.
പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏത്? പഞ്ചായത്തി രാജ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി 73-ാം ഭേദഗതിയാണ്. 73-ാം ഭേദഗതി. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. 1853 മുംബൈ താനെ ആദ്യ ട്രെയിൻ ഓടിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആദ്യത്തെ ട്രെയിൻ എന്നാണ് 1853 മുംബൈ ടു താനെ. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതും കോശത്തിന് ദൃഢത നൽകുന്നതുമായ ഭാഗം ഏത്? സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതും കോശത്തിന് ദൃഢത നൽകുന്നതുമായ ഭാഗം കോശഭിത്തിയാണ്. കോശഭിത്തി. പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകൾ ഏതെല്ലാം? പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകളാണ് കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 24 പ്രകാരമാണ്. 24. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിൽ 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന സമ്മേളനം ഏതാണ്? 1907 സൂറത്ത് സമ്മേളനമാണ്. 1907 സൂറത്ത് സമ്മേളനം. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യരക്തത്തിന്റെ ഏകദേശ pH മൂല്യം 7.4 ആണ്. 7.4. മനുഷ്യ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ്. ആഗ്നേയ ഗ്രന്ഥി. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജൻധൻ യോജന. ജൻധൻ യോജന. ഇന്ത്യയിലെ ഉപഭോക്തൃ വില സൂചിക കൃത്യമായി തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി ഏതാണ്? ഇന്ത്യയിലെ ഉപഭോക്തൃ വില സൂചിക കൃത്യമായി തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSO. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. വാണിജ്യ ബാങ്കുകൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്ക് ഏതാണ്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. രാജ്യത്തെ നികുതി ചുമത്തൽ, ഗവൺമെന്റിന്റെ പൊതു ചെലവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന ഔദ്യോഗിക സാമ്പത്തിക നയം ഏതാണ്? ധനനയമാണ്. ഫിസ്കൽ പോളിസി. കേരളത്തിൽ ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയായി പ്രവർത്തിക്കുന്ന KSFE സ്ഥാപിതമായ വർഷം? KSFE കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് സ്ഥാപിതമായ വർഷം 1969 ആണ്. 1969. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് സംവിധാനം സഹകരണ ബാങ്കുകളാണ്. സഹകരണ ബാങ്കുകൾ. ബംഗ്ലാദേശിൽ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ വർഷം? ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായത് 1983. എവിടെയാണ് സ്ഥാപിതമായത്? ബംഗ്ലാദേശിൽ. ഏത് വർഷം? 1983-ലാണ്. വാണിജ്യ ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്കും തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേര്? വാണിജ്യ ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്കും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ്. സ്പ്രെഡ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപം വഴി രൂപപ്പെട്ട സമതലം ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപം വഴി രൂപപ്പെട്ട സമതലമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം.
ഏകദേശം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ഏകദേശം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. ശിലകൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗം. ശിലകൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ. ഹിമാലയൻ രൂപം കൊണ്ടിരിക്കുന്നത് ഏത് തരം ഫലകസീമയിലാണ്? ഹിമാലയൻ രൂപം കൊണ്ടിരിക്കുന്നത് സംയോജക സീമയിലാണ്. സംയോജക സീമ. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുവാണ്. കുമാരഗുരു. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം? പഴശ്ശിരാജ 1805 നവംബർ 30. 1805 നവംബർ 30. കുണ്ടറ വിളംബരം നടന്ന വർഷം? 1809. കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കൊനോലി പ്ലോട്ട് നിലമ്പൂരാണ്. നിലമ്പൂർ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ച വർഷം? കയർ ഫാക്ടറി കേരളത്തിൽ ആദ്യത്തെ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലപ്പുഴയിലാണ്. വർഷം 1859. മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത്? ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ആദ്യ മലയാളി വനിതാ IAS ഓഫീസർ? അന്ന രാജം ജോർജ്. ആദ്യത്തെ മലയാളി വനിതാ IAS ഓഫീസർ അന്ന രാജം ജോർജ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി മുഹമ്മദ് യൂനുസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനംഗ. ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ഗാന്ധിജി 1920 കേരളത്തിൽ വന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ഗാന്ധിജി 1920 കേരളത്തിൽ വന്നത്. ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ്? ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. ബെനഡിക്ട് ടെസ്റ്റ്. കേരളത്തിൽ ആദ്യത്തെ പൗരാവകാശ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? കേരളത്തിൽ ആദ്യത്തെ പൗരാവകാശ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള. എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ്? എപ്പോഴും മുന്നോട്ട് എന്നത് ഏഷ്യാഡിന്റെ ആപ്തവാക്യമാണ്. ഏഷ്യാഡ്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം? ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏത്? സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ. ഇന്ത്യ എജുസാറ്റ് വിക്ഷേപിച്ച തീയതി? ഇന്ത്യ എജുസാറ്റ് വിക്ഷേപിച്ച തീയതി 2004 സെപ്റ്റംബർ 20. 2004 സെപ്റ്റംബർ 20. റോയൽ ഡിസീസ് എന്ന് വിളിക്കപ്പെട്ട അസുഖം? റോയൽ ഡിസീസ് ഹീമോഫീലിയാണ്. ഹീമോഫീലിയ. കുറിച്യ കലാപത്തിന്റെ നേതാവ്? രാമനമ്പി. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി? ട്രോപ്പോസ്ഫിയർ. പുന്നപ്ര-വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം? മീസോസ്ഫിയർ. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത? AV കുട്ടിമാളു അമ്മ. എവിടെയാണ്? മലബാറിൽ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? EMS നമ്പൂതിരിപ്പാട്. അവസാനത്തെ ചോദ്യം, ബെറിബെറി രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാക്കുന്നു? വിറ്റാമിൻ B1. വിറ്റാമിൻ B1. ബെറിബെറി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.